ഉണ്ടാവും. അടിയന്തരമായി നയത്തിൽ ഹാജരാകുക. പോളിംഗ് സ്റ്റേഷൻ നമ്പർ 132. പോളിംഗ് മെറ്റീരിയൽസ് കളക്ട് ചെയ്യാതെ പോയ പ്രിസൈഡിംഗ് ഓഫീസറും മറ്റ് ജീവനക്കാരും ശ്രദ്ധിക്കുക. അടിയന്തരമായി നയത്തിൽ ഹാജരാകുക. ഹായ്, ഹലോ, നമസ്കാരം. നമ്മൾ 2026 ഇലക്ഷൻ ഡ്യൂട്ടിക്കായി തയ്യാറെടുത്തിട്ടുണ്ടല്ലോ. പോളിംഗ് ഓഫീസർ 1ഉം പ്രിസൈഡിംഗ് ഓഫീസറും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കിയിട്ടുണ്ട്. അവർക്ക് സഹായകരമാകുന്ന ഒരു ചെറിയ വീഡിയോ ആണിത്. ഇലക്ഷൻ്റെ തലേന്ന് കളക്ഷൻ സെൻറ്ററിൽ ചെല്ലുമ്പോൾ തന്നെ ടീമിലുള്ള എല്ലാവരും എത്തി അറ്റൻഡൻസ് ഷീറ്റ് ഒപ്പിട്ട് നൽകുക. ഡ്യൂട്ടി നിർവഹിക്കേണ്ട പോളിംഗ് സ്റ്റേഷൻ കൗണ്ടറിൽ നിന്ന് ലഭിക്കുന്ന പോസ്റ്റിംഗ് ഓർഡറിൽ നിന്ന് മനസ്സിലാക്കുക. ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു ആപ്പും ഇൻസ്റ്റാൾ ചെയ്തേണ്ടതായിട്ട് വരും. അത് കൗണ്ടറിൽ നിന്ന് അറിയാൻ സാധിക്കും. ആദ്യമായിട്ട് ഡ്യൂട്ടി ചെയ്യുന്ന പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ആണെങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസർക്കും ടീമിനും പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകുന്നതിന് സജ്ജമാക്കിയിരിക്കുന്ന വാഹന നമ്പർ, റൂട്ട് ഓഫീസറുടെ പേര്, ഫോൺ നമ്പർ എന്നിവ കൗണ്ടറിന് സമീപമുള്ള ബോർഡിൽ നിന്ന് നോക്കി മനസ്സിലാക്കുക. ശേഷം ബൂത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന കൗണ്ടറിൽ എത്തി തിരഞ്ഞെടുപ്പ് സാമഗ്രികൾ കൈപ്പറ്റണം. കൗണ്ടറിൽ നിന്ന് തരുന്ന ചെക്ക് ലിസ്റ്റുമായി അതൊരു ഫോം NL1 ആയിരിക്കുമേ. ഒത്തുനോക്കി എല്ലാം ലഭിച്ചെന്ന് ഉറപ്പാക്കണം. ചെക്ക് ലിസ്റ്റ് കൗണ്ടറിൽ നിന്ന് ലഭിക്കുന്നില്ലെങ്കിൽ നമുക്കൊരു ഫോംസ് ബുക്ക് തരും. ഫോമുകൾ ഉൾപ്പെടുത്തിയ ബുക്ക്, അതിൻ്റെ ഇൻഡെക്സ് പേജിന് ശേഷം ചെക്ക് ലിസ്റ്റ് ഉണ്ട്, അത് കയറി ഉപയോഗിക്കാം. പ്രിസൈഡിംഗ് ഓഫീസർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കൺട്രോൾ യൂണിറ്റ്, ബാലറ്റ് യൂണിറ്റ് എന്നിവയുടെ അഡ്രസ് ടാഗുകൾ പരിശോധിച്ച് അവ തങ്ങളുടെ പോളിംഗ് സ്റ്റേഷനിലേക്കുള്ളതാണെന്ന് ഉറപ്പുവരുത്തുക. കൺട്രോൾ യൂണിറ്റ് പ്രവർത്തന സജ്ജമാണെന്നും കാൻഡിഡേറ്റ് സെറ്റ് സെക്ഷൻ ബാറ്ററി കമ്പാർട്ട്മെന്റ് സീൽ ചെയ്തിട്ടുണ്ടെന്നും അഡ്രസ് ടാഗുകൾ ശരിയായ രീതിയിൽ കെട്ടിയിട്ടുണ്ടെന്നും ഉറപ്പാക്കുക. കൺട്രോൾ യൂണിറ്റ് മാത്രമായി സ്വിച്ച് ഓൺ ചെയ്ത് ബാറ്ററി പ്രവർത്തനക്ഷമമാണെന്ന് പരിശോധിച്ച് ഉറപ്പാക്കുക. കൺട്രോൾ യൂണിറ്റിൻ്റെ ബാറ്ററി ഹൈ അല്ലെങ്കിൽ മീഡിയം ആണോ എന്ന് പരിശോധിക്കണം. പരിശോധിച്ച ശേഷം കൺട്രോൾ യൂണിറ്റ് സ്വിച്ച് ഓഫ് ചെയ്യാൻ മറക്കരുത്. ബാറ്ററി സ്റ്റാറ്റസ് ലോ ആണ് കാണിക്കുന്നതെങ്കിൽ അത് സെക്ടറൽ ഓഫീസറെ അറിയിക്കണം. ബാറ്ററി സ്റ്റാറ്റസ് ലോ കാണിക്കുന്ന കൺട്രോൾ യൂണിറ്റുമായി പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകരുത്. ബാലറ്റ് യൂണിറ്റ് മുദ്ര വച്ചിട്ടുണ്ടെന്നും അതിൻ്റെ മുകളിലും താഴെയും വലത് മൂലയിലും അഡ്രസ് ടാഗുകൾ വെച്ച് ഉറപ്പായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും പരിശോധിക്കണം. മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റും, അതായത് ഫോം നമ്പർ 6 ആണ്, ബാലറ്റ് യൂണിറ്റിൻ്റെ ലേബലും ഒരേപോലെയാണെന്നും ഉറപ്പാക്കണം. ബാലറ്റ് യൂണിറ്റിലെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും നേരെയുള്ള ബട്ടണുകളും അൺമാസ്ക് ചെയ്തിട്ടുണ്ടെന്നും ബാക്കിയുള്ള ബട്ടൺ മാസ്ക് ചെയ്തിട്ടുണ്ടെന്നും ബാലറ്റ് യൂണിറ്റിൻ്റെ താഴെയും മുകളിലും അഡ്രസ് ടാഗിൽ വെച്ച് സീൽ ചെയ്തിട്ടുണ്ടെന്നും ഉറപ്പാക്കണം. VVPAT പുറകിലെ പേപ്പർ റോൾ നോബ് ട്രാൻസ്പോർട്ടേഷൻ മോഡിൽ, അതായത് ഹൊറിസോണ്ടൽ പൊസിഷനിലാണെന്ന് ഉറപ്പാക്കണം. തന്നിട്ടുള്ള ബാലറ്റ് പേപ്പർ, അതായത് ടെൻഡേഡ് ബാലറ്റ് പേപ്പർ നിശ്ചിത പോളിംഗ് ബൂത്തിലേക്കുള്ളത് തന്നെയാണെന്ന് ഉറപ്പുവരുത്തണം. നമുക്കൊരു വോട്ടേഴ്സ് ലിസ്റ്റും മാർക്കഡ് കോപ്പിയും തരുമല്ലോ. വോട്ടർ പട്ടികയുടെ അടയാളപ്പെടുത്തിയ പകർപ്പുകളെല്ലാം ഒരുപോലെയാണെന്നും സപ്ലിമെൻറ്റുകളുടെ പകർപ്പ് നൽകിയിട്ടുണ്ടെന്നും വോട്ടർ പട്ടികയിലും സപ്ലിമെൻ്ററിയിലും ഭാഗം നമ്പർ ശരിയായി നൽകിയിട്ടുണ്ടെന്നും വർക്കിംഗ് കോപ്പിയിൽ പേജ് നമ്പർ ക്രമമായി നൽകിയിട്ടുണ്ടെന്നും ഉറപ്പുവരുത്തുക. വിതരണ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച മാർക്കഡ് കോപ്പി, EVM, ഡിസ്റ്റിങ്ക്വിഷിംഗ് മാർക്ക് എന്നിവ ഡ്യൂട്ടി നിർവഹിക്കേണ്ട പോളിംഗ് സ്റ്റേഷനിലേക്ക് തന്നെയാണെന്ന് ഉറപ്പുവരുത്തണം. ശേഷം നമുക്ക് പോകേണ്ട വാഹനത്തിൻ്റെ റൂട്ട് ഓഫീസറെ ബന്ധപ്പെട്ട് നമ്മുടെ പോളിംഗ് സ്റ്റേഷനിലേക്ക് സുരക്ഷാ ചുമതല ഉദ്യോഗസ്ഥനെയും കൂട്ടി അനുവദിച്ചിട്ടുള്ള വാഹനത്തിൽ പോവാം. സ്ഥാനാർത്ഥികളുടെയും തിരഞ്ഞെടുപ്പ് ഏജന്റുമാരുടെയും സ്പെസിഫിക് സിഗ്നേച്ചർ കോപ്പി തന്നിട്ടുണ്ടെന്നും കൂടെ ഉറപ്പാക്കിയേക്കണേ. അതുപോലെ പേപ്പർ സീൽ, സ്ട്രിപ്പ് സീൽ എന്നിവയുടെ സീരിയൽ നമ്പറുകൾ വിതരണ കേന്ദ്രത്തിൽ നിന്ന് നൽകിയിട്ടുള്ള ലിസ്റ്റിൽ പറയുന്ന ക്രമ നമ്പറിലുള്ളവ തന്നെയാണെന്ന് ലഭിച്ചതെന്നും ഉറപ്പുവരുത്തുക. ശേഷം വിതരണ കേന്ദ്രത്തിൽ നിന്ന് പോളിംഗ് സ്റ്റേഷനിലേക്ക് സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെയും കൂട്ടി എത്തിച്ചേരും. വിളക്കിന്റെ മുമ്പിൽ ചിരി തൂക്കി മലർത്താലം കൊണ്ടുവന്നതാര്? എഴുതിരി വിളക്കിന്റെ മുമ്പിൽ ചിരി തൂക്കി മലർത്താലം കൊണ്ടുവന്നതാര്? അങ്ങനെ നമ്മൾ നമ്മുടെ പോളിംഗ് ബൂത്തിൽ എത്തിച്ചേർന്നു. കനകമഞ്ചാടി പോലെ അഴക് തൂകുമീ നേരം. പോളിംഗ് സ്റ്റേഷനിൽ എത്തിയാൽ അവിടേക്കൊന്ന് കറങ്ങി അടിച്ച് നടക്കുക. ശേഷം പോളിംഗ് സ്റ്റേഷന്റെ 100 മീറ്റർ ചുറ്റളവിലുള്ള പ്രദേശം പ്രിസൈഡിംഗ് ഓഫീസർ നിയന്ത്രണത്തിലായിരിക്കും. ഈ ചുറ്റളവിൽ തെരഞ്ഞെടുപ്പിന് സാധിക്കുന്ന മുദ്രാവാക്യങ്ങളോ പരസ്യമോ പാർട്ടി കൊടികളോ ചിഹ്നങ്ങളോ പോസ്റ്ററുകളോ ഉണ്ടെങ്കിൽ അവ മറയ്ക്കുകയും നീക്കം ചെയ്യുകയോ ചെയ്യേണ്ടതാണ്. அச்சிடப்பட்ட போஸ்டர்களோ பேனர்களோ சுவரொட்டிகளோ மாநிலத்தின் எந்த ஒரு பொது இடத்திலும் இருத்தல் கூடாது என தெரிவிக்கப்பட்டுள்ளது.
സോറി, വിഷയത്തിൽ നിന്ന് തെന്നി മാറി. പോസ്റ്ററൊക്കെ അഴിക്കാൻ കലാപമൊന്നും ഉണ്ടാക്കണ്ട, എല്ലാം സമാധാനപരമായിട്ട് ചെയ്താൽ മതി. വോട്ടിങ്ങിൻ്റെ തലേ ദിവസമാണല്ലോ, നമുക്ക് കുറച്ച് പരിപാടിയൊക്കെ ചെയ്യാനുണ്ട്. ആദ്യമേ പോളിംഗ് സ്റ്റേഷനിലേക്ക് വരുന്ന വോട്ടർമാർ കാണുന്ന വിധത്തിൽ പോളിംഗ് പ്രദേശം കാണിക്കുന്ന നോട്ടീസ് ഫോം M14 തയ്യാറാക്കി പ്രദർശിപ്പിക്കണം. മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ വിവരം ഫോം നമ്പർ 6 തയ്യാറാക്കിയത് വിതരണ കേന്ദ്രത്തിൽ നിന്ന് തരും. ഇതനുസരിച്ചാണ് ഫോം M15 തയ്യാറാക്കേണ്ടത്. സ്ഥാനാർത്ഥികളുടെ പേര് ഒരേ വലിപ്പത്തിൽ എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. Tell Black Lives Matter was a trend, most posted a black photo for the sake of it. I guarantee many souls you were posted it then now aim to deliver. തലേന്ന് തന്നെ പോളിംഗ് ബൂത്ത് നമുക്ക് റെഡിയാക്കാം. വോട്ടർമാർക്ക് പോളിംഗ് സ്റ്റേഷനിലേക്ക് കടന്നു വരുന്നതിനും ക്യൂ നിൽക്കുന്നതിനും സ്ഥലമുണ്ടെന്ന് ഉറപ്പുവരുത്തണം. വോട്ടർമാർക്ക് പോളിംഗ് സ്റ്റേഷനിലേക്ക് പ്രവേശിക്കാനും വോട്ട് ചെയ്ത ശേഷം പുറത്തേക്ക് പോകുന്നതിനും പ്രത്യേകം വാതിലുകൾ ഉണ്ടായിരിക്കണം. എന്നാൽ പോളിംഗ് സ്റ്റേഷനായി സജ്ജീകരിച്ചിരിക്കുന്ന കെട്ടിടത്തിൽ ഒരു വാതിൽ മാത്രമേ ഉള്ളുവെങ്കിൽ ഒരു കയർ കെട്ടി വേർതിരിച്ച് ഒരു വാതിലിലൂടെ തന്നെ പ്രവേശിക്കാനും പുറത്തു പോകുന്നതിനും സംവിധാനം ചെയ്യേണ്ടതാണ്. പോളിംഗ് സ്റ്റേഷന് പുറത്ത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ക്യൂ നിൽക്കുന്നതിനുള്ള സംവിധാനം ചെയ്യണം. പ്രായമായവർ, ഭിന്നശേഷിക്കാർ, രോഗികൾ എന്നിവർ ക്യൂ നിർബന്ധമല്ല. ഒരു കാര്യം മറന്നു, പോളിംഗ് ഏജന്റുമാരുടെ നിയമനക്കത്ത് സ്വീകരിച്ച് പാസ് നൽകലും മറ്റു കാര്യങ്ങളും. പോളിംഗിൻ്റെ തലേന്ന് തന്നെ പോളിംഗ് ഏജന്റുമാർ അവർക്ക് നൽകിയിട്ടുള്ള നിയമനക്കത്തുമായി നമ്മുടെ അടുത്ത് വരും. അവർ തരുന്ന അപ്പോയിൻമെൻറ്റ് ലെറ്റർ നോക്കിയിട്ട് നിയമനം നമ്മുടെ ബൂത്തിലേക്ക് കാണുന്നതിന് ഉറപ്പ് വരുത്തിയിട്ട് ഈ കാണുന്ന പാസ് അവർക്ക് നൽകണം. ഈ വിഷയത്തെക്കുറിച്ചും മോക്ക് പോൾ എങ്ങനെ ചെയ്യണമെന്നതിനെ കുറിച്ചും സീലിങ്ങിനെ കുറിച്ചും വിശദമായ ഒരു വീഡിയോ ഈ ചാനലിൽ ഇതിന് തൊട്ട് മുമ്പ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഈ ഐ ബട്ടണിലും കൊടുത്തേക്കാം. തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ കളക്ഷൻ കേന്ദ്രത്തിൽ നൽകുന്നതിനായി വോട്ടെടുപ്പിന് ശേഷം നമുക്ക് തയ്യാറാക്കണമല്ലോ. തലേന്ന് തന്നെ പല കവറുകളും നമുക്ക് തയ്യാറാക്കി വെക്കാം. ഇനി അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. EVM തിരികെ നൽകണമല്ലോ, കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റും. എന്തായാലും അത് മോക്ക് പോളിന് ശേഷം തന്നെ നമ്മൾ CD ചെയ്യും. വൈകുന്നേരം 6 മണിക്ക് വോട്ടെടുപ്പിന് ശേഷം ഈ കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റും അതിൻ്റെ പെട്ടിയിലാക്കി അഡ്രസ് ടാഗ് ഉപയോഗിച്ച് കെട്ടി സീലും വാക്സും വെച്ചിരിക്കണം. അതൊക്കെ എന്തായാലും വൈകുന്നേരം 6 മണിക്ക് ശേഷമേ ഉള്ളൂ. അഡ്രസ് ടാഗിനെല്ലാം പോളിംഗ് ബൂത്ത് തിരിച്ചറിയുന്നതിന് ഡിസ്റ്റിങ്ക്വിഷൻ മാർക്ക് സീലും പതിച്ചിരിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ ഈ കാര്യങ്ങളെല്ലാം വിശദമായി പറയുന്ന EVM സീലിംഗ് വീഡിയോ ഈ ചാനലിൽ ഇതിന് മുമ്പിട്ടിട്ടുണ്ട്, കാണുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും ഉണ്ട്. നമുക്ക് തിരിച്ചു കൊടുക്കേണ്ട കവറുകളെ കുറിച്ചാണല്ലോ ഇനി ചിന്തിക്കേണ്ടത്. പാക്കറ്റ് 1 വെള്ള നിറത്തിലുള്ള EVM പേപ്പർ കവറാണ്. ഈ പാക്കറ്റിൽ ആദ്യമായിട്ട് ഇടേണ്ടത് ഒന്നാമത്തേത് എൻവലപ്പ് കണ്ടെയ്നിങ് അക്കൗണ്ട് ഓഫ് ഫോർസ് റെക്കോർഡഡ് 17C. നമുക്ക് തന്നിട്ടുള്ള ഫോം അടങ്ങിയ ബുക്കിൽ ഈ 17C കാണും. അത് കംപ്ലീറ്റ് ചെയ്ത് ഒന്നാമത്തെ എൻവലപ്പിൽ ഇടുക. രണ്ടാമത്തെ എൻവലപ്പിൽ വേണ്ടത് പ്രിസൈഡിംഗ് ഓഫീസർ റിപ്പോർട്ടാണ്. അതിന് 3 ഭാഗങ്ങളാണുള്ളത്. 3 ഭാഗങ്ങളും അതിൻ്റേതായ സമയത്ത് കംപ്ലീറ്റ് ചെയ്ത് ഇലക്ഷൻ പ്രോസസ്സിന് എൻവലപ്പ് നമ്പർ 2 ഇടുക. മൂന്നാമത് നമുക്ക് വേണ്ടത് സീൽഡ് ബ്ലാക്ക് എൻവലപ്പ് കണ്ടെയ്നിങ് മോക്ക് പോൾ സ്ലിപ്സ് ആണ്. മോക്ക് പോൾ കഴിഞ്ഞപ്പോൾ VVPAT നിന്ന് നമുക്ക് സ്ലിപ്പുകൾ കിട്ടിയല്ലോ, അതടങ്ങിയ സീൽ ചെയ്ത കറുത്ത കവറാണ് മൂന്നാമത്തെ പാക്കറ്റിൽ ഇടേണ്ടത്. ഈ പാക്കറ്റ് 1 ആദ്യത്തെ 2 കവറുകളും സീൽ ചെയ്യേണ്ടതില്ല. അതായത് 17C ഉള്ളതും പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് റിപ്പോർട്ട് 1, 2, 3. മോക്ക് പോൾ സ്ലിപ്പുകൾ അടങ്ങുന്ന സീൽ ചെയ്ത കറുത്ത കവർ EVMനൊപ്പം സ്ട്രോങ് റൂമിൽ നൽകേണ്ടതാണ്. 17C ഒരെണ്ണം കവറിലിടുന്നത് കൂടാതെ 2 കോപ്പി കൂടി പ്രത്യേകം തയ്യാറാക്കി പ്രത്യേകം കവറുകളിലാക്കി കയ്യിൽ കരുതുക. ഇലക്ഷന് ശേഷം കളക്ഷൻ സെൻറ്ററിൽ ഇത് ചോദിക്കാം. അപ്പോൾ ബുദ്ധിമുട്ടേണ്ടതില്ല. അതുകൊണ്ട് ഇത് നേരത്തെ തയ്യാറാക്കി വെക്കാം. പാക്കറ്റ് നമ്പർ 2 വെള്ള കളറിലുള്ള പാക്കറ്റ് നമ്പർ 2 സ്ക്രൂട്ടണി കവേഴ്സ് ആണ്. ഇതിൽ ഒന്നാമതായിട്ട് വേണ്ടത് സ്ക്രൂട്ടണിക്ക് ഷോർട്ട് ഫോമായിട്ട് SC എന്നാണ് കൊടുത്തേക്കുന്നത്. പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡയറിയാണ് വെക്കേണ്ടത്. നമ്മുടെ ഫോം ബുക്കിൽ ഇതൊക്കെ ഉണ്ട്. രണ്ടാമത്തത് പ്രാധാന്യമുള്ളതാണ് സീൽഡ് എൻവലപ്പ് കണ്ടെയ്നിങ് ദ രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സ് ആണ്. അതായത് പോളിംഗ് ഓഫീസർ 2 കൈവശമുള്ള രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സിന്റെ സീൽഡ് എൻവലപ്പാണ് രണ്ടാമത്തെ എൻവലപ്പിൽ വെക്കേണ്ടത്. മൂന്നാമത്തതിൽ നമ്മുടെ ഫോം ബുക്കിലുള്ള വിസിറ്റ് ഷീറ്റാണ്. അതായത് ആരെങ്കിലും നമ്മുടെ പോളിംഗ് ബൂത്ത് സന്ദർശിക്കുന്നുണ്ടെങ്കിൽ അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ, ഇതിൻ്റെ മാതൃക നിങ്ങളുടെ ഫോം ബുക്കിൽ ഉണ്ടാവും.
നാലാമത് വെക്കേണ്ടത് ലിസ്റ്റ് ഓഫ് ബ്ലൈൻഡ് ആൻഡ് ഇൻഫേം വോട്ടേഴ്സ് ആണ് ആൻഡ് ഡിക്ലറേഷൻ ഓഫ് കമ്പാനിയൻസ്. ഇതധികം വരാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ കവർ നേരത്തെ തന്നെ നമുക്ക് നിൽ എന്ന് എഴുതി വെക്കാവുന്നതാണ് ഇലക്ഷൻ നടക്കുമ്പോൾ തന്നെ. ഇത് വന്നെങ്കിൽ മാത്രം നമുക്ക് പിന്നീട് നില്ലെടുത്ത് മാറ്റിയിട്ട് അതിനകത്ത് ലിസ്റ്റ് ഓഫ് ബ്ലൈൻഡ് ആൻഡ് ഇൻഫേം വോട്ടേഴ്സ് ഉണ്ടെങ്കിൽ, ഡിക്ലറേഷൻ ഓഫ് കമ്പാനിയൻ ഉണ്ടെങ്കിൽ അത് സൂക്ഷിക്കാം. ഈ രണ്ടാമത്തെ പാക്കറ്റിൽ രണ്ടാമത്തെ കവർ മാത്രം സീൽ ചെയ്താൽ മതിയായിരിക്കും, അതായത് രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സ്. ബാക്കി ഒന്നും സീൽ ചെയ്യേണ്ടതില്ല. പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡയറി 2 കോപ്പി കൂടെ തയ്യാറാക്കി പ്രത്യേകം കവറുകളിലാക്കി കയ്യിൽ കരുതുക. ഈ കവറിൻ്റെ പുറത്തൊക്കെ എഴുതാനുള്ള കുറച്ച് സാധനമുണ്ട്. നെയിം ഓഫ് പ്രിസൈഡിംഗ് ഓഫീസർ, അതുപോലെ തന്നെ നമ്മുടെ ബൂത്തിൻ്റെ പേര്, അതൊക്കെ നമുക്ക് എഴുതി തയ്യാറാക്കി വെക്കാം. ഇതിനെ കൂടാതെ 16 പോയിന്റ് ഒബ്സർവേഴ്സ് റിപ്പോർട്ട്, ഇത് നമ്മുടെ ഫോം ബുക്കിൽ കാണും. അതുപോലെ ട്രെൻഡ് ഫോം അഥവാ ഫോം PS05, ഇത് പക്ഷേ കളക്ഷൻ സെൻറ്ററിൽ നേരിട്ട് തരികയായിരിക്കാം. ഇത് ഫോം ബുക്കിൽ കാണാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് നിങ്ങളുടെ സെക്ടറൽ ഓഫീസറുമായിട്ട് ബന്ധപ്പെടുക. അതിനുശേഷം വേണ്ടത് നമ്മുടെ ഫോം ബുക്കിലുള്ള അക്വിറ്റൻസ് റോൾ ഓഫ് പോളിംഗ് ടീമാണ്. അതുപോലെ അഡീഷണൽ ഇൻഫർമേഷൻ ഫോർ പോസ്റ്റ് പോൾ സ്ക്രൂട്ടണി, ഇതും നമ്മുടെ ഫോം ബുക്കിൽ കാണാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതിനെക്കുറിച്ചും നമ്മളുടെ സെക്ടറൽ ഓഫീസറോട് അന്വേഷിക്കണം. സെക്ടറൽ ഓഫീസറോട് അന്വേഷിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് തന്നിട്ടുള്ള സാധനങ്ങൾക്കുള്ളിൽ ഈ ഫോമുകൾ പ്രത്യേകമായി വെച്ചിട്ടുണ്ടോ എന്നുകൂടെ പരിശോധിക്കണം. ഇത് 4ഉം നമുക്ക് EVMൻ്റെ കൂടെ കൊടുക്കാനുള്ളതാണ്. വിവിധ സ്ഥലങ്ങളിൽ കളക്ഷൻ സെൻറ്റർ ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ഇവയും നിങ്ങൾ കരുതിയിരിക്കുക. ഈ ആദ്യത്തെ 2 കവറുകളും നേരത്തെ മുൻ ഇലക്ഷനുകളിൽ നമ്മൾ EVMൻ്റെ കൂടെ സ്ട്രോങ് റൂമിൽ കൊടുക്കുന്നതാണ്. അന്ന് ഇങ്ങനെ പ്രത്യേകമായ കവറുകളിലൊന്നും നമ്മൾ കൊടുക്കാറില്ലായിരുന്നു. ഇപ്പോൾ അതിനെ പ്രത്യേകമായ കവറുകളിലൊക്കെ ആക്കിയാണ് ഈ പ്രാവശ്യം അത് തിരികെ വാങ്ങുന്നത്. ഇനിയാണ് നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി കവറുകളും നോൺ സ്റ്റാറ്റ്യൂട്ടറി കവറുകളും തയ്യാറാക്കേണ്ടത്. അതീവ പ്രാധാന്യമുള്ള സ്റ്റാറ്റ്യൂട്ടറി കവേഴ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കവറിലെ എല്ലാ പാക്കറ്റുകളും സീലിംഗ് വാക്സ് ഉപയോഗിച്ച് സീൽ ചെയ്തിരിക്കണം. ST എന്നാണ് ചുരുക്കപ്പേര് കൊടുത്തേക്കുന്നത്. സ്റ്റാറ്റ്യൂട്ടറി കവേഴ്സിൽ ഒന്നാമത് വേണ്ട കവർ സീൽഡ് എൻവലപ്പ് കണ്ടെയ്നിങ് മാർക്ക്ഡ് കോപ്പി ഓഫ് ഇലക്ടർ റോൾ ആൻഡ് ലിസ്റ്റ് ഓഫ് CSV ആൻഡ് ASD എന്ന് പറഞ്ഞാൽ നമ്മുടെ പോളിംഗ് ഓഫീസർ 1ന്റെ കയ്യിലുള്ള മാർക്ക്ഡ് കോപ്പി ഉണ്ടല്ലോ, അത് നമ്മൾ സീൽ ചെയ്ത് സ്റ്റാറ്റ്യൂട്ടറി കവർ എന്ന വലിയ കവറിനുള്ളിൽ ഇടണം. അതുപോലെ തന്നെ വോട്ടേഴ്സ് സ്ലിപ്പ് 50ന്റെ കെട്ടുകളായിട്ടുള്ള വോട്ടേഴ്സ് സ്ലിപ്പ് സീൽ ചെയ്ത് സ്റ്റാറ്റ്യൂട്ടറി കവേഴ്സിന്റെ വലിയ കവർ ഇടണം. ഈ കവറുകൾ ഇടാൻ വേണ്ടി വലിയ കവറുകൾ നമുക്ക് തന്നിരിക്കും. എങ്കിലും പ്രിസൈഡിംഗ് ഓഫീസറോ അല്ലെങ്കിൽ പോളിംഗ് ഓഫീസർ 1 ഇലക്ഷന്റെ തലേന്ന് കുറച്ച് വലിയ കവറുകൾ വാങ്ങിക്കൊണ്ട് പോകുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ അടുത്തതായിട്ട് നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി കവർ ഇടേണ്ടത് അൺയൂസ്ഡ് ഡെൻഡേഡ് ബാലറ്റ് പേപ്പർ ആണ്. അതും സീൽഡ് ആയിരിക്കണം. അതുപോലെ തന്നെ അടുത്തതായിട്ട് ഇടേണ്ടത് യൂസ്ഡ് ഡെൻഡേഡ് ബാലറ്റ്സ് ആണ്. അതും സീൽഡ് ആയിരിക്കണം. പിന്നീട് നമുക്ക് ലിസ്റ്റ് ഓഫ് ചലഞ്ചഡ് വോട്ട്സ് ഉണ്ടെങ്കിൽ അതാണ് 5ാമതായിട്ട് സീൽ ചെയ്തിടേണ്ടത്. ഈ അവസാനം പറഞ്ഞ 3 നമുക്ക് വേണമെങ്കിൽ ഇലക്ഷൻ സമയത്ത് തന്നെ സീൽ ചെയ്ത് വെക്കാം. പക്ഷേ ഡെൻഡേഡ് ബാലറ്റ്സ് അല്ലെങ്കിൽ ചലഞ്ചഡ് വോട്ട്സ് വന്നാൽ നമ്മൾ ആ സീൽ പൊട്ടിച്ച് ഈ പറയുന്ന കവറുകളിൽ യൂസ് ചെയ്ത ഡെൻഡേഡ് ബാലറ്റും അൺയൂസ്ഡ് ഡെൻഡേഡ് ബാലറ്റും വീണ്ടും എടുത്ത് വെക്കേണ്ടി വരും. ഇങ്ങനെയുള്ള സാഹചര്യം വിരളമാണ്. ആവശ്യമെങ്കിൽ നേരത്തെ തന്നെ സീൽ ചെയ്ത് വെച്ചാൽ വൈകുന്നേരം ധൃതി കുറയ്ക്കാം. പ്രത്യേകമായിട്ട് അറിയേണ്ടത് സ്റ്റാറ്റ്യൂട്ടറി കവേഴ്സിലെ ചെറിയ കവറുകൾ ഓരോന്നും പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ മുദ്ര വെച്ചായിരിക്കണം കളക്ഷൻ സെൻറ്ററിൽ എത്തിക്കേണ്ടത്. പക്ഷേ കളക്ഷൻ സെൻറ്ററിൽ വെച്ച് ചെറിയ കവറുകൾ മുദ്ര വെച്ചിട്ടുണ്ടെന്നുള്ള പരിശോധനകൾ കഴിയുമ്പോൾ ചെറിയ കവറുകളെല്ലാം കൂടെ പാക്കറ്റ് 3ൽ അതായത് സ്റ്റാറ്റ്യൂട്ടറി കവേഴ്സിൽ ഇട്ട് പ്രിസൈഡിംഗ് ഓഫീസർ മുദ്ര വെച്ച് നൽകണം. അത് കളക്ഷൻ സെൻറ്റർ വെച്ചാണ് നൽകേണ്ടത്. അതുകൊണ്ട് പ്രിസൈഡിംഗ് ഓഫീസർ കളക്ഷൻ സെൻറ്ററിൽ ചെല്ലുമ്പോൾ ലൈറ്ററും ഒരു മെഴുകുതിരി സീലിംഗ് വാക്സും പ്രത്യേകമായി കയ്യിൽ കരുതിയിരിക്കണം. ആ സമയത്ത് എല്ലാം കൂടി ഇട്ടിരിക്കുന്ന ബോക്സിൽ നിന്ന് എടുക്കാൻ ശ്രമിച്ചാൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഇവ 3ഉം കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും. നമുക്കിനിയുള്ളത് നോൺ സ്റ്റാറ്റ്യൂട്ടറി കവേഴ്സ് ആണ്. പാക്കറ്റ് നമ്പർ 4. നമുക്ക് ഇതിനകത്ത് ഇടേണ്ടത് ഒന്നാമതുള്ളത് നമ്മുടെ കോപ്പീസ് ഓഫ് ഇലക്ടറൽ റോളാണ്. മാർക്കഡ് കോപ്പിയുടെ ഒരു കോപ്പി കൂടെ നമുക്ക് തരും, അതാണ് അവിടെ ഇടേണ്ടത്. അതിൻ്റെ രണ്ടാമത്തെ പാക്ക് എന്ന് പറയുന്നത് അപ്പോയിൻമെൻറ്റ് ലെറ്റേഴ്സ് ഓഫ് പോളിംഗ് ഏജൻസ് ആണ്, ഫോം നമ്പർ 10. മൂന്നാമത്തത് ഇലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ്സ് ഇൻ ഫോം 12B. അതൊക്കെ നമുക്ക് നേരത്തെ തന്നെ നെല്ലടിച്ച് വെക്കാവുന്നതാണ്. EDC ഒക്കെ സാധാരണ കാണാൻ ചാൻസ് ഇല്ല. ഉണ്ടെങ്കിൽ മാത്രം EDCയും നമുക്ക് ഇലക്ഷൻ്റെ സമയത്ത് തന്നെ ഇട്ട് വെക്കാവുന്നതാണ്. എൻവലപ്പ് നമ്പർ 4 ഇടേണ്ടത് ഡിക്ലറേഷൻസ് ഓഫ് പ്രിസൈഡിംഗ് ഓഫീസർ ആണ്. നമുക്ക് ആ ഡിക്ലറേഷൻസ് നമ്മുടെ ഫോം ബുക്കിനകത്ത് ഉണ്ടാകും. അത് കയറി യഥാസമയത്ത് ഡിക്ലറേഷൻസ് പൂർത്തീകരിച്ച് നമുക്ക് ഈ എൻവലപ്പിൽ ഇടാം. അതിനുശേഷം വേണ്ട റെസിപ്റ്റ് ബുക്ക് ആൻഡ് ക്യാഷ് ആണ്.
ചലഞ്ചർ വോട്ട്സിൻ്റെ. അതിനുശേഷമുള്ളത് ഡിക്ലറേഷൻസ് ഒബ്റ്റെയിൻഡ് ഫ്രം എലക്ടേഴ്സ് ആണ് ഏജിൻ്റെ, അതായത് പ്രായം സംബന്ധിച്ച് സംശയം ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട്. അതിനുശേഷം നമുക്ക് വേണ്ടത് അൺയൂസ്ഡ് ആൻഡ് ഡാമേജ്ഡ് പേപ്പർ സെയിൽസ് ആൻഡ് സ്പെഷ്യൽ ടാക്സ് ആണ്. 8ാമത്തത് അൺയൂസ്ഡ് വോട്ടേഴ്സ് സ്ലിപ്പ് ആണ്. 9ാമത്തത് ഡിക്ലറേഷൻ ബൈ എലക്ടർ അണ്ടർ 49 MA ടെസ്റ്റ് വോട്ട് ചെയ്യുന്നുണ്ടെങ്കിലുള്ളതാണ്. 10ാമത്തത് ഡിക്ലറേഷൻ ബൈ എലക്ടർ ആണ് ഹൂസ് നെയിം ഈസ് ഇൻ ASD ലിസ്റ്റ്. 11ാമത്തത് എൻവലപ്പ് കണ്ടെയ്നിങ് ലെറ്റർ ഓഫ് കംപ്ലയിൻറ്റ് ടു SHO. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ നമ്മൾ പോലീസിന് കംപ്ലയിൻറ്റ് ചെയ്യുന്ന ആ ലെറ്ററാണ്. ഇതിൽ പലതും നില്ലാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം നില്ല് ഏതൊക്കെയാണെന്ന്. ഈ SHOക്കുള്ളത് നില്ലായിരിക്കും, ടെസ്റ്റ് വോട്ട് നില്ലായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് നേരത്തെ തന്നെ നില്ലെഴുതി സൂക്ഷിച്ച് ആ വലിയ കവറിനകത്ത് ഇട്ട് വെക്കാവുന്നതാണ്. ഈ ഏതെങ്കിലും കവറിൻ്റെ പ്രസ്താവന രേഖ ഒന്നുമില്ലെങ്കിൽ നില്ലെന്ന് എഴുതി കാണിച്ച് നേരത്തെ തന്നെ നമുക്ക് റെഡിയാക്കി വെക്കാം. എല്ലാത്തിലും സീല് പതിക്കണം പ്രിസൈഡിംഗ് ഓഫീസറിൻ്റെ. പാക്കറ്റ് നമ്പർ 5 ബ്രൗൺ കളറാണ്. അതിനകത്ത് നമുക്ക് ഹാൻഡ് ബുക്ക് ഫോർ പ്രിസൈഡിംഗ് ഓഫീസർ, മാനുവൽ ഓഫ് EVM, VVPAT ഇവയൊക്കെ നമുക്ക് ക്ലാസ്സിന് പോകുമ്പോൾ തരുന്നതാണ്. പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഹാൻഡ് ബുക്ക് അതൊക്കെ ഇട്ട് തിരികെ കൊടുക്കണമെന്നാണ്. അതിനുശേഷം രണ്ടാമത്തത് പാക്കറ്റ് നമ്പർ 5 രണ്ടാമത് യൂസ്ഡ് ആൻഡ് റിമൈനിങ് ഇൻഡെലിബിൾ ഇങ്ക് ബോട്ടിൽ. 3ാമത്തത് സെൽഫ് ഇങ്കിങ് പാഡ്. 6ാമത്തെ പാക്കറ്റിൽ നമുക്ക് ആദ്യമുള്ളത് കാൻഡിഡേറ്റ്സ് ഇൻഫർമേഷൻ ബുക്ക്ലെറ്റ് ആണ്. അത് ഇട്ട് കൊടുക്കുക. അതുപോലെ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു കവറിനകത്ത് ഇട്ട് കൊടുത്താൽ മതി. അതർ അൺയൂസ്ഡ് ഫോംസ് ഇതൊന്നും അത്ര പ്രാധാന്യത്തോടെ തിരികെ വാങ്ങുമ്പോൾ നോക്കാറില്ല. എങ്കിലും എല്ലാ കാര്യവും തിരിച്ചു കൊടുക്കുക. മെറ്റൽ സീൽ നമ്മൾ കയ്യിൽ കരുതിയേക്കണം കേട്ടോ. ഇതിനകത്ത് ഇട്ടേക്കരുത്. കാരണം മെറ്റൽ സീൽ നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി കവർ സീൽ ചെയ്യുമ്പോൾ ആവശ്യമാണ്. ആരോ ക്രോസ് മാർക്ക്, കപ്പ് ഫോർ സെറ്റിംഗ്, ഇൻഡെലിബിളിംഗ് സെറ്റ്, അളവർ ഐറ്റംസ് എല്ലാ കാര്യങ്ങളും ഇട്ട് പാക്കറ്റ് 6 കൊടുക്കുക. ഈ ഫോം ബുക്കിൽ നമുക്കൊരു ഫോം M21 ഉണ്ട്. അതായത് നമ്മൾ സാധനങ്ങളെല്ലാം തിരികെ കൊടുത്തു എന്നും അത് അവർ വാങ്ങിയെന്നും സാക്ഷ്യപ്പെടുത്തുന്ന ഫോമാണ് M21. ഇത് കീറിയെടുത്ത് പോളിംഗ് സ്റ്റേഷൻ നമ്പർ, പേര്, അസംബ്ലി മണ്ഡലത്തിൻ്റെ പേര്, ഉപയോഗിച്ച കൺട്രോൾ യൂണിറ്റ്, ബാലറ്റ് യൂണിറ്റ്, VVPAT എന്നിവയുടെ എണ്ണം, അതിൻ്റെ സീരിയൽ നമ്പർ എന്നിവ എഴുതി തയ്യാറാക്കണം. ആദ്യ പേജിൻ്റെ മുകൾ ഭാഗത്ത് ഡിസ്റ്റിങ്ക്വിഷൻ മാർക്കും പതിപ്പിക്കണം. ഇവയൊക്കെ നമുക്ക് ഇലക്ഷൻ്റെ സമയത്ത് തന്നെ ചെയ്യാവുന്നതാണ്. അതിൻ്റെ 2ാം പേജിൽ പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പിടുകയും പോളിംഗ് സ്റ്റേഷൻ നമ്പറും പേരും എഴുതുകയും വേണം. പ്രിസൈഡിംഗ് ഓഫീസറിൻ്റെ സീലും പതിക്കണം, ഡിസ്റ്റിങ്ക്വിഷൻ മാർക്കും പതിക്കണം. ഒരു കോപ്പി ഇലക്ഷൻ മെറ്റീരിയൽസ് ഏറ്റുവാങ്ങിയ ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കണം. 2ാമത്തെ കോപ്പി നമുക്ക് തിരികെ തരും. ആ ഏറ്റുവാങ്ങിയ ഉദ്യോഗസ്ഥൻ്റെ ഒപ്പോടുകൂടി തിരികെ തരും. അത് വാങ്ങി മാത്രമേ കളക്ഷൻ സെൻറ്ററിൽ നിന്ന് തിരികെ പോരാ. എല്ലാ PROമാരും ഡൗൺലോഡ് ചെയ്യേണ്ട ആപ്പാണ് ECI നെറ്റ്. ഇതിപ്പോൾ വർക്കിംഗ് അല്ല. അതായത് ഇന്ന് ഡേറ്റ് 5-ാം തീയതിയാണ്. ഇത് നിങ്ങൾക്ക് ഇലക്ഷൻ്റെ സമയത്തേക്ക് 9-ാം തീയതിക്ക് സമീപത്തേക്ക് ഇത് ആക്റ്റീവ് ആകും. ECI നെറ്റിലൂടെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും. കളക്ഷൻ സെൻറ്ററിൽ വെച്ചോ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ സെക്ടറൽ ഓഫീസറോ നിങ്ങളെ അറിയിക്കും. ഇനി പറയുന്നതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മൾ വെളിയിൽ നിന്ന് കൊണ്ടുപോകുന്ന ഒരു ലിസ്റ്റാണ് ഇതൊക്കെ. ഗ്രീൻ പേപ്പർ സെയിൽസിൻ്റെയും അതുപോലെ ABCD സ്ട്രിപ്പ് സെയിലിൻ്റെയും സ്പെഷ്യൽ ടാക്സിൻ്റെയും ഒക്കെ നമ്പറുകൾ ഇതിൽ എഴുതി വെച്ചാൽ പലപ്പോഴായിട്ട് എഴുതേണ്ടി വരുമ്പോഴൊക്കെ പെട്ടെന്ന് തന്നെ എടുത്ത് നമുക്ക് എഴുതാൻ പറ്റും. ടെൻഡേഡ് ബാലറ്റ് പേപ്പറിൻ്റെ സീരിയൽ നമ്പർ എഴുതി വെച്ചാലും നമുക്ക് പെട്ടെന്ന് പലയിടത്ത് എഴുതുന്നിടത്ത് എഴുതാൻ പറ്റും. ഇതുപോലെ മെയിൽ ഫീമെയിൽ വോട്ടേഴ്സിൻ്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എങ്കിലും ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. മെയിലും ഫീമെയിലും വരുമ്പോൾ വട്ടമിട്ടോ വെട്ടിയോ വിടാം. അതുപോലെ 6 മണിക്ക് ശേഷം വോട്ടേഴ്സ് ഉണ്ടെങ്കിൽ ഇതുപോലെ ടോക്കൺ നമുക്ക് എടുത്തുകൊണ്ട് പോയാൽ നമുക്ക് അവിടെ വെച്ച് ഏറ്റവും പുറകെ നിൽക്കുന്ന ആ കൊന്നേന്ന് കൊടുത്തിട്ട് നമുക്കതും ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ കുറച്ച് പശ, കവറുകൾ, വെള്ള പേപ്പറുകൾ, ന്യൂസ് പേപ്പറുകൾ ഒക്കെ കരുതിക്കൊള്ളുക. എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കാം. ഇൻഡെലിബിൾ ഇങ്ക് വെക്കുന്നതിന് വേണ്ടി ചെറിയൊരു കുപ്പി കരുതിക്കൊള്ളുക. ഈ കാണുന്ന ഫോം കൂടെ നോക്കിക്കോ. ട്രെൻഡ് ഫോം എന്നാണ് പറയപ്പെടുന്നത്. മുൻ ഇലക്ഷനുകളൊക്കെ ഇത് നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു. EVM കൈപ്പറ്റുന്ന ഓഫീസർ ഇൻ ചാർജിനാണ് ഇത് കൊടുക്കുന്നത്. നിങ്ങൾ പോളിംഗ് മെറ്റീരിയൽ സ്വീകരിച്ചതിന് ശേഷം പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് ഒരു ടോക്കൺ നൽകേണ്ടതാണ്. എല്ലാവരും സന്തോഷമായിട്ടും എങ്കിലും അതീവ ശ്രദ്ധയോടും ഈ പ്രോസസ്സുകളെല്ലാം ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ഇലക്ഷൻ ഡ്യൂട്ടി ആശംസിക്കുന്നു. ജയ് ഹിന്ദ്. മോനെ, ഒരു തെരഞ്ഞെടുപ്പാകുമ്പോ എന്താണ് പറയാ, ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോ ഒരു പാർട്ടി ജയിക്കും, ഒരു പാർട്ടി തോക്കും.